മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 250-ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ കാലി ഫോസ്ഫോറിക്കം എന്ന അധ്യായത്തിൻ്റെ 6ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട ചില സുപ്രധാന ലക്ഷണങ്ങൾ, കാലിഫോസിന് വളരെയധികം പ്രയോഗ സാധ്യതയുള്ളത് പൊട്ടൻസി ഫോമിലാണെങ്കിലും ബയോകെമിക് ഫോമിലാണെങ്കിലുമുള്ള ലക്ഷണങ്ങൾ, ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, ആസ്മ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഇറക്ഷൻസ് വെരി ട്രബിൾസം ഇൻ ദ മോർണിംഗ് ആൻഡ് ഡ്യൂറിങ് ദ നൈറ്റ് വിത്തൗട്ട് സെക്ഷൽ ഡിസയർ, വയലന്റ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ വളരെ വൈവിധ്യമുള്ള ലക്ഷണങ്ങളാണ് വരുന്നത്. ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ, പുലർച്ചെ വളരെ പ്രയാസകരമാണ് സെക്ഷൽ ഇറക്ഷൻസ്. ഈ സെക്ഷൽ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള, അതിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പുലർച്ചെയാണ് നാച്ചുറൽ സെക്ഷൽ ആക്ടിവിറ്റിയുടെ ഒരു സമയമായിട്ട് പലരും പറയുന്നത്. ആ ഒരു സമയത്ത് ഇറക്ഷൻസ് വളരെ പ്രയാസകരമാണെന്നാണ് കെൻ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ഫങ്ഷനെ അത് ബാധിക്കുന്നു എന്നർത്ഥം. ഇനി ആൻഡ് ഡ്യൂറിങ് നൈറ്റ്, രാത്രിയിലുണ്ട് വിത്തൗട്ട് സെക്ഷൽ, രാത്രി സെക്സുവൽ ഡിസയറേ ഇല്ല, ഇറക്ഷനുമില്ല. പുറച്ച് അത് വളരെ പ്രയാസകരമാണ്. ഇനി വയലന്റ് ഇൻ ദ മോർണിംഗ്, ഇനി അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. രാവിലെ വളരെ രൂക്ഷമായ തരത്തിലുള്ള സെക്ഷൽ ഡിസയറും ഇറക്ഷനും. ഇനി ഇമ്പോർട്ടൻസി, ഫ്രീക്വൻറ്റ് സെക്ഷൽ എമിഷൻസ് വിത്ത് ഇറക്ഷൻസ്. ഇമ്പോർട്ടൻസി എന്നുള്ളതും ഫ്രീക്വൻ്റ് എന്നുള്ളതും ഇറ്റാലിക്സ് ആണ്. സമ്പൂർണ്ണമായിട്ടുള്ള ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട അവസ്ഥ. ഫ്രീക്വൻറ്റ് സെമിനൽ ഇറക്ഷൻസ് വിത്ത് ഇറക്ഷൻസ്, ഇറക്ഷനോടുകൂടി സെമിനൽ ഇറക്ഷൻസ് ഫ്രീക്വൻറ്റ് ഇറ്റാലിക്സ് ആണ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലാൻഡ്സ് പെനിസ്, ലിംഗാഗ്രഹത്തിൽ നീർവീക്കം, ഇൻഫ്ലമേഷൻ. സെക്ഷൽ പാഷൻ ഒബ്ലിറ്ററേറ്റഡ്, തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ലൈംഗിക താല്പര്യം, പാഷൻ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടു. അപ്പോൾ അത് ഔഷധങ്ങൾ കൊണ്ടാകാം, മറ്റെന്തെങ്കിലും സംഭവങ്ങളോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം. ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർമ്മയിലേക്ക് വരികയാണ്. ഞാനത് ബയോകെമിക് തെറാപ്പിയെക്കുറിച്ചുള്ള 12 ടിഷ്യൂ റെമഡീസ് എന്ന പുസ്തകം നമ്മൾ എടുക്കുമ്പോൾ അവിടെ കാലിഫോസിൻ്റെ സന്ദർഭത്തിൽ പറയാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ ഇവിടെ ഈ ഇത്രയ്ക്ക് വ്യക്തമായിട്ട് കെൻ്റ് ഇവിടെ പറയുമ്പോൾ ഒരനുഭവം സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. 2003 2005 ആ ഒരു കാലഘട്ടത്തിൽ നാച്ചുറോപ്പതി ഒരു 3 ഇയർ കോഴ്സ് ഞാൻ ചെയ്യാൻ പോയി. അതൊരു അനൗപചാരിക കോഴ്സാണ്. ഈ വിഷയമായിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ വന്ന് ഇതിനെക്കുറിച്ച് പരിശീലിക്കുന്ന ഒരു കോഴ്സായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇവിടെ ഒറ്റപ്പാലത്താണ്, രാത്രി ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികൾ നിളയുടെ മണൽപ്പരപ്പിലിരുന്ന്, ഒരു പരീക്ഷയുടെ തലേദിവസം രാത്രിയാണ്, സംസാരിക്കുന്നതിനിടയിൽ എന്തിനാണ് ഈ കോഴ്സിന് ചേർന്നത് എന്നുള്ളൊരു ചർച്ചാ വിഷയം വന്നു. പലരും പല കാരണങ്ങളും പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഹോമിയോപ്പതി ഫോളോ ചെയ്യുന്ന ആളാണ്. ഹോമിയോപ്പതിയിൽ ഇംപെഡിമെൻറ്റ്സ് ടു ക്യൂർ എന്നുള്ളൊരു വിഭാഗമുണ്ട്. പ്രധാനമായിട്ടും ഭക്ഷണവും പാനീയവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇംപെഡിമെൻറ്റ്സ് ടു ക്യൂർ വരുന്നത്. അപ്പോൾ ഈ രോഗശാന്തികൾ, ഈ തടസ്സങ്ങൾ നീക്കം ചെയ്താൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ നാച്ചുറോപ്പതി അതിൽ മാത്രം ഊന്നുന്നൊരു വിഷയമായതുകൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സിന് ചേർന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഹോമിയോപ്പതിയെയും, ഒരാളെന്നല്ല, നാച്ചുറോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന പലരും എല്ലാവിധ ഔഷധങ്ങളെയും നിഷേധിക്കുന്നവരാണ്, ഹോമിയോപ്പതിയെ നിഷേധിക്കുന്നവരാണ്. അപ്പോൾ ഹോമിയോപ്പതി നിഷേധിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ, ഹോമിയോപ്പതിയിൽ നിങ്ങൾ പറയുന്ന ഒരു ഡ്രഗൊന്നും അല്ല, അതിൽ കെമിക്കൽസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹോമിയോപ്പതിയെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തു. ഇത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിച്ചിരുന്ന ഒരാൾ, എന്നേക്കാൾ കുറച്ചും കൂടെ, അയാൾക്ക് അന്ന് 40 വയസ്സുണ്ട്, എനിക്കൊരു 34-35 വയസ്സ്. ഇദ്ദേഹം എന്നെ ഒന്ന് വിളിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞാൻ അവിടെ വെച്ച് പറഞ്ഞതല്ല ഈ കോഴ്സിന് ചേരാനുള്ള പ്രധാന കാരണം. എൻ്റെ പ്രചോദനം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ ലൈംഗിക ശേഷി തീരെ നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. ഇദ്ദേഹവും ഭാര്യയും കേട്ട് പോയി, പല ചികിത്സകൾക്ക് പോയി, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി, കൗൺസിലിങ്ങിന് പോയി, ഹോമിയോ ചികിത്സ, അലോപ്പതി ചികിത്സ, ആയുർവേദം, യുനാനി, അങ്ങനെ പലതും ചെയ്തു. പിന്നെ നേർച്ച കാഴ്ചകൾ, വ്യാജ ചികിത്സകന്മാർ, എല്ലായിടത്തും പോയി. പക്ഷേ
ചിലപ്പോൾ ചെറിയ ഗുണങ്ങളുണ്ടായി ചെറിയൊരു ഇറക്ഷൻ വരും. നാച്ചുറോപ്പതിയിലൂടെ എന്തെങ്കിലും കിട്ടുമോയെന്നറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതുകൊണ്ടും പ്രയോജനം ഉണ്ടായില്ല. അപ്പം ഞാനൊന്ന് അദ്ദേഹത്തോടൊന്ന് ഏകദേശം സംസാരിച്ചു. എൻ്റെ മനസ്സിലേക്ക് കാലിഫോസ് ബയോകെമിക് എന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഞാനതിനെക്കുറിച്ചൊരു വിശദീകരണം കൊടുത്തിട്ട് പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് എനിക്കറിയാം, അവിടെ ഒരു ഹോമിയോപ്പതി ഷോപ്പും എനിക്കറിയാം, ഞാൻ ജോലി ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വീട്ടിൽ പോകുമ്പോഴേക്കും ഇന്ന ഷോപ്പിൽ ചെല്ലുക, എന്നിട്ട് എന്നെ ഒന്ന് അവിടെ നിന്ന് വിളിക്കാൻ പറയുക, ഞാൻ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. പിറ്റേ ആഴ്ച തന്നെ ചെന്നിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആ കടക്കാരൻ എനിക്ക് പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു, കാലിഫോസ് ഒരു ബോട്ടിൽ ഇയാൾക്ക് കൊടുക്കണം, അതിൽ നിന്ന് തൽക്കാലം ഒരു 4 എടുത്ത് സെപ്പറേറ്റ് പൊതിഞ്ഞിട്ട് 6s പൊതിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത്, ആഹാരമൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് കിടന്നോളാൻ പറയാൻ പറഞ്ഞു. മറ്റ് ബാക്കി സാധനങ്ങൾ പിന്നീട് എൻ്റെ ലേബൽ പൊളിച്ച് കളഞ്ഞോളാൻ പറഞ്ഞു, മരുന്ന് തൽക്കാലം അറിയണ്ട, എന്നിട്ട് എന്നെ വിളിക്കാൻ പറയാൻ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത് മരുന്ന് വാങ്ങി കഴിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു. വല്ലാത്ത എക്സൈറ്റ്മെൻറ്റോടെ വിളിക്കുന്നത്. അനിയൻ എന്താണ് പറഞ്ഞിട്ട് എന്നോട് വാങ്ങാൻ പറയും, എന്താണ് ഞാൻ വാങ്ങിക്കഴിച്ചത്, അത് വല്ല മന്ത്രമാണോ, ജപിച്ചതാണോ, വല്ല ഒറ്റമൂലിയോ കൂടോത്രമൊക്കെയാണോ, എന്താ സംഭവം? ഞാൻ അനിയനോട് പറഞ്ഞില്ലേ, ഇതിനു വേണ്ടി ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടു, എത്ര ആളുകളുടെ അടുത്ത് പോയി, എത്രയോ പണം ചിലവഴിച്ചു. നിങ്ങൾ പറഞ്ഞ ഈ ഒരു മരുന്നിന് 30-35 രൂപയാണ്, ഇത്രയല്ലേ ആയുള്ളൂ. അതിനാ കുപ്പിയൻ്റെയിൽ തന്നുള്ളൂ, അതിൽ നിന്ന് 4 മാത്രമേ എനിക്കെടുത്ത് തന്നുള്ളൂ. ഇതെന്ത് സാധനമാണിത്? ഞാൻ പറഞ്ഞു, ഇത് ഹോമിയോപ്പതി പോലും അല്ല, ഹോമിയോപ്പതിയുടെ ഒരു അനിയൻ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹോമിയോപ്പതി തന്നാൽ ഇതിനേക്കാൾ അപ്പുറത്തെ ഗുണമായിരിക്കും ഉണ്ടാകുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ കഴിച്ച് പിറ്റേ ദിവസം അയാൾക്ക് വേണ്ടത്ര ഇറക്ഷൻ കിട്ടി, സെക്ഷൽ ആക്ടിവിറ്റി നടക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി കഴിക്കണമെങ്കിലെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ബാബുച്ചേട്ടനൊക്കെ സംസാരിച്ചു. ബാബുച്ചേട്ടനൊക്കെ വളരെ സന്തോഷമായി. പറഞ്ഞു, ബാബുച്ചേട്ടൻ പറഞ്ഞത് 5 ദിവസം തുടർച്ചയായിട്ട് കഴിക്കാൻ പറയും രാത്രി, പിന്നെ 2 ദിവസം ഗ്യാപ്പിട്ട് വീണ്ടും ഒരു 5 ദിവസം, അങ്ങനത്തെ ഒരു 2 ആഴ്ച കഴിച്ചോട്ടെ, ശരിയായിക്കോളൂ. അപ്പോൾ മിക്കവാറും ഞാൻ വിചാരിക്കുന്നത്, പിന്നീട് അദ്ദേഹം വിളിച്ചിട്ടില്ല, അപ്പോൾ എന്നെ പിന്നീട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരിക്കൽ കൂടി വിളിച്ചിട്ട് പറഞ്ഞു, വലിയ ഉപകാരമായിട്ട് അനുജന് എന്ത് ഞാൻ ചെയ്തു തരണം, എന്ത് തന്നാലും മതിയാവില്ല. ഞാൻ പറഞ്ഞു, ഒന്നും തരണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി, ഹോമിയോപ്പതിയുടെ മഹത്വത്തെക്കുറിച്ച് കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം പറയണം, നല്ല ഹോമിയോപ്പതിയുടെ പ്രചാരകനാകണം, നല്ല ഡോക്ടർമാരെ കണ്ടെത്തി ഇതേപോലെ ബുദ്ധിമുട്ടുന്ന രോഗികളൊക്കെ ആ ഡോക്ടർമാരുടെ അടുത്ത് എത്തിക്കണം. അങ്ങനെ സമൂഹത്തിന് രോഗശാന്തി ഉണ്ടാകുക എന്നുള്ള ഒരു ധർമ്മമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് ഇത് തരാവുന്നൊരു പ്രതിഫലം. ഞാൻ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നീട് ബന്ധമൊന്നുമില്ല. ഞാൻ ഇവിടെ തന്നെ ഇത് പറയാൻ കാരണം വെച്ചാൽ, ചിലപ്പോൾ അദ്ദേഹം ഒരു ടോട്ടാലിറ്റി കാലിഫോസിനെ യോജിക്കുന്ന ആയിരിക്കും, അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാലിഫോസ് ആയിരുന്നിരിക്കാം. ഞാൻ അത്തരത്തിലുള്ള അന്വേഷണമൊന്നും നടത്തിയില്ല. ബയോകെമിക് എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അത്ര പെട്ടെന്ന് സിംഗിൾ ഡോസ് കൊണ്ട് തന്നെ ഗുണം കിട്ടിയത്. അപ്പോൾ നിങ്ങളത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഇത് ഉപകരിക്കും. ഇൻ ടയർഡ് ഔട്ട് നെർവസ് വുമൺ ഹു ആർ സബ്ജക്ട് ടു അബോർഷൻ, നാഡീസംബന്ധമായ അധ്വാനവും പ്രയാസങ്ങളും കൊണ്ട് ആകെ ക്ഷീണിതരായ സ്ത്രീകൾക്ക് ആവർത്തിച്ചുള്ള ഗർഭം അലസൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെയും കാലിഫോസ് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടും. ആവേഷൻ ടു കൊയിഷൻ, ലൈംഗികതയോട് താല്പര്യക്കുറവ്. ഡിസയർ ഇൻക്രീസ്ഡ്, ഇൻറ്റൻസ് ഫോർ 4 or 5 days ആഫ്റ്റർ മെൻസസ്. സ്ത്രീകളിലാണ് ഇവിടെ ആവേഷനുണ്ട്. ഇനി അതിൻ്റെ നേരെ വിപരീതമായിട്ട് സെക്ഷൽ ഡിസയർ വർദ്ധിക്കുന്നൊരവസ്ഥ. അതിൻ്റെ ഒരു മൊഡാലിറ്റി ഇങ്ങനെയാണ്: ആർത്തവത്തിന് ശേഷം 4-5 ദിവസങ്ങൾ ലൈംഗിക താല്പര്യം വല്ലാതെ വർദ്ധിക്കുന്നൊരവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് യൂട്രസ്, ഗർഭാശയത്തിലെ വീക്കം. ഇച്ചിങ് ഫ്രം ലുക്കേറിയ, വെള്ളപ്പോക്ക്, അതിൻ്റെ സ്രവം വരുമ്പോൾ അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ ചൊറിച്ചിൽ. ഇറ്റ് ക്യൂർഡ് എ ക്രോണിക് ആബ്സസ് ഡിസ്ചാർജിങ് പീരിയോഡിക്കലി ത്രൂ ദ വജൈന ആൻഡ് റെക്ടം എ കോപ്പിയസ് ഓറഞ്ച് കളേർഡ് ഫ്ലൂയിഡ്. പീരിയോഡിക്കലായിട്ട് ഇടവിട്ട നിശ്ചിത കാലയളവിൽ വജൈനയിലൂടെയും രക്തത്തിലൂടെയും വല്ലാതെ ഓറഞ്ച് നിറത്തിലുള്ള സ്രവം വരുന്ന ഒരവസ്ഥ. ആ ഒരു പഴകിയ സ്ഥായിയായിട്ടുള്ള ഏതൊരു ആബ്സസിൽ നിന്നൊരു പഴുപ്പിൽ നിന്നും വരുന്നതാണത്. അതിനെ കാലിഫോസ്
സുഖപ്പെടുത്തിയിട്ടുണ്ട്. വെൻ സിംറ്റംസ് എഗ്രി. ലുക്കേറിയ ആക്രിഡ് ബേണിംഗ് കോപ്പിയസ് ഗ്രീനിഷ് യെല്ലോ ഒഫൻസീവ് പ്യൂട്ടിഷ് ആഫ്റ്റർ മെൻസസ് ഇൻ യങ് ഗേൾസ്. ചെറുപ്പക്കാരികളിൽ പെൺകുട്ടികളിൽ ലുക്കേറിയ അല്ലാതെ ചൊറിച്ചിലുണ്ടാക്കുന്നത്, പൊള്ളലുണ്ടാക്കുന്നത്, നീറ്റലുണ്ടാക്കുന്നത്, വർദ്ധിച്ച തരത്തിലുള്ളത്. ആക്രിഡ് ബേണിംഗ് കോപ്പിയസ് ഇറ്റാലിക്സ് ആണ്. പച്ച നിറം കലർന്നത്, മഞ്ഞ കലർന്നത്, ദുർഗന്ധമുള്ളത്, വളരെ ചീഞ്ഞ മണമുള്ളത്, ആർത്തവത്തിന് ശേഷം. ഇനി മെൻസസ് ആബ്സെൻറ്റ്, ആർത്തവം ഇല്ലാത്തൊരവസ്ഥ. കറുത്ത സ്രവം, ബ്ലാക്ക്, കോപ്പിയസ് ഡാർക്ക്, അല്ലാതെ ആയിട്ട് ഇരുണ്ട നിറത്തിൽ വരുന്നു. ഷോർട്ട്, ഇതിൽ കോപ്പിയസ് ഡാർക്കും ഷോർട്ടും ഇറ്റാലിക്സിലാണ്. ഫ്രീക്വൻറ്റ്, ഇറഗുലർ, ലേറ്റ്, ഒഫൻസീവ്, പെയിൻഫുൾ, പെയിൽ, പ്രൊട്രാക്റ്റഡ്, സ്കാൻഡി, ഷോർട്ട്, സപ്രസ്ഡ്, തിക്ക്. അപ്പോൾ ആർത്തവമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളുണ്ട്. ഇല്ലാത്തൊരവസ്ഥയുണ്ട്, പല പല നിറങ്ങളിൽ വരുന്നു, പൊള്ളൽ, നീറ്റൽ ഒക്കെ ഉണ്ട്, അമിതമായിട്ട് വരുന്നതൊക്കെ ഉണ്ട്, തിക്കായിട്ട് വരുന്നു, സപ്രസ് ചെയ്യപ്പെട്ട് സപ്രസ് ചെയ്യപ്പെട്ടു പോകുന്നു ഒക്കെ ഉണ്ട്. യൂട്രൈൻ ഹെമറേജ്, ഗർഭാശയത്തിൽ നിന്നും രക്തസ്രാവം. പെയിൻ ഇൻ ഓവറീസ് ഇൻ ലെഫ്റ്റ്, അമീലറേറ്റ് ലൈയിങ് ഓൺ ബാക്ക് ആൻഡ് ബെൻഡിങ് ഡബിൾ ഡ്യൂറിങ് മെൻസസ്. ആർത്തവ സമയത്ത് അണ്ഡാശയങ്ങളിൽ വേദന, വിശേഷിച്ച് ഇടതുവശത്ത്. അതിന് ശമിക്കുന്നത് മലർന്നു കിടക്കുമ്പോഴും വളഞ്ഞുകൂടി കാലുകൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് വളഞ്ഞുകൂടി ഇരിക്കുമ്പോഴും അതിന് ശമനം കിട്ടും. പെയിൻ ഓവറീസ് ഓൺ ഗോയിങ് ടു സ്ലീപ്പ്, ഉറങ്ങാൻ പോകുമ്പോൾ അണ്ഡാശയങ്ങളിൽ വേദന. സ്റ്റിച്ചിങ് പെയിൻ ഓവറീസ്, അണ്ഡാശയങ്ങളിൽ കുത്തുന്ന പോലുള്ള വേദന. പെയിൻ യൂട്രസ് ആൻഡ് ഓവറീസ് അറ്റ് നൈറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭകാലയളവിൽ ഗർഭാശയത്തിലും അണ്ഡാശയങ്ങളിലും വേദന രാത്രിയിൽ. ലേബർ ലൈക്ക് പെയിൻസ്, പ്രസവവേദന പോലുള്ള വേദന. പ്രൊലാപ്സസ് ഓഫ് യൂട്രസ്, ഗർഭാശയം തള്ളിപ്പുറത്തേക്ക് വരുന്ന അവസ്ഥ. ഇറിറ്റേഷൻ ഓഫ് ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ ഇൻ കോൾഡ് എയർ, തണുത്ത വായു അടിക്കാൻ നേരത്ത് ശ്വാസനാളത്തിലും സ്വനപേടകത്തിലും ഒക്കെ ഒരുതരം ചൊറിച്ചിൽ, ഇക്ലി. കറ്റാർ ഓഫ് ദ എയർ പാസേജസ് വിത്ത് തിക്ക് യെല്ലോയിഷ് വൈറ്റ് മ്യൂക്കസ്, വായു കടന്ന് ശ്വാസം കടന്നു പോകുന്ന പാസേജസിൽ കട്ടിയുള്ള മഞ്ഞ നിറമുള്ള വെള്ള നിറമുള്ള കഫം. സോർനെസ് ആൻഡ് സ്ക്രാപ്പിംഗ് ഇൻ ദ ലാരിങ്സ്, സ്വനപേടകത്തിൽ ഒമ്പരം, പ്രയാസം, അവിടെ ചൊറിയുന്ന പോലെ തൊലി പോയേക്കുള്ള അനുഭവം. ടിക്ലിംഗ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രാക്കിയ, സ്വനപേടകത്തിലും നാളിയിലും ചൊറിച്ചിൽ, ഇക്കിളി. വോയിസ് ഹോഴ്സ്, ശബ്ദം ആയ കനപ്പെട്ട് പരിവർത്ത ശബ്ദം. ലോസ് ഫ്രം പാരലിസ് ഓഫ് ദ വോക്കൽ കോഴ്സ്, സ്വനതന്ത്രുക്കൾ തളർന്നു പോയിട്ട് ശബ്ദമില്ലാത്ത അവസ്ഥ. ലോസ് ഫ്രം പാരലിസ് ഓഫ് ദ വോക്കൽ കോഴ്സ് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു ലക്ഷണമാണ്. ഹോഴ്സ് ഫ്രം ഓവർ എക്സേഷൻ ഓഫ് വോക്കൽ കോഴ്സ്, പ്രാസംഗികർക്കും ഗായകർ അങ്ങനെയുള്ളവർക്കൊക്കെ വരുന്നതാണ്. അമിതമായ അധ്വാനം കൊണ്ട് സ്വനതന്ത്രുക്കളുടെ സ്വനപേടകത്തിൻ്റെ അമിതമായ അധ്വാനം കൊണ്ട് അവിടെ ശബ്ദം പരുക്കനായിത്തീരുന്നു. റെസ്പിറേഷൻ ഡിഫിക്കൽട്ട് ഇൻ നൈറ്റ്, റാറ്റ്ലിംഗ്, ഷോർട്ട്, ഡിഫിക്കൽട്ട് ഓൺ ഗോയിങ് അപ്സ്റ്റേഴ്സ്. അപ്പോൾ രാത്രിയിൽ ശ്വസനം പ്രയാസം, അവിടെ റാറ്റ്ലിംഗ് സൗണ്ട്, ക്രൂറ ശബ്ദം, ശ്വാസം ചെറിയ ഷോർട്ട് ഇൻ്റർവെല്ലിൽ ശ്വാസം, മേലേക്ക് പോകുമ്പോൾ പടികൾ കയറുമ്പോൾ പ്രയാസം. നെർവസ് ആസ്മ അഗ്രവേറ്റഡ് ആഫ്റ്റർ ഈറ്റിംഗ്, നെർവസ് ആസ്മ ആഹാരം കഴിച്ചതിന് ശേഷം വർദ്ധിക്കുന്നു. ഈ നെർവസ് ആസ്മയെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായിരുന്നില്ല. ആസ്മ വരുന്നത് നെർവസ്നെസ്സുമായിട്ട് എന്ത് ബന്ധമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2005-2006 കാലയളവിലാണ്. ഞാനൊരു വാരികയിൽ അവിടെ ചീഫ് റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗവേഷകൻ കൂടിയായ ഒരു ഡോക്ടർ അവിടെ ഓഫീസിൽ വന്നു. അപ്പോൾ എൻ്റെ അടുത്താണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ ഫലത്തിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അദ്ദേഹം MD-യും പിന്നെ വേറെന്തോ ഒക്കെ പഠിച്ച ഒരാളാണ്, വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം ഈ ആസ്മയും മാനസിക പിരിമുറുക്കവും ടെൻഷനും സ്ട്രെസ്സ് അതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം. അദ്ദേഹം ഡോക്ടറേറ്റ് കിട്ടി, അയാളൊക്കെ ഡോക്ടറേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കത് അറിയില്ല, ഇങ്ങനെ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് വിശദമായിട്ട് സംസാരിച്ചു, നമ്മളത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുപ്പമായി. അപ്പം ഞാൻ ഹോമിയോപ്പതിയുമായിട്ടുള്ള എൻ്റെ ബന്ധമൊക്കെ അദ്ദേഹത്തിന് വിശദീകരിച്ചു. ആ സമയത്ത് ഞാൻ ഈ നാച്ചുറോപ്പതി കോഴ്സ് ചെയ്യുന്നുമുണ്ട്, വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്ട്രെസ്സൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാമതൊരു ഔഷധങ്ങൾ ഹോമിയോപ്പതിയിലുണ്ട്. കാലിഫോഴ്സിൽ ഞാൻ പേരെടുത്ത് പറയുകയും ചെയ്തു. അവിടെ നിസ്സാര ചിലവിൽ മാറുന്നുണ്ട്, ഡിപ്രഷൻ മാറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞൊന്നുമില്ല, നല്ല സൗമ്യനായ മനുഷ്യൻ, എന്നോട് തർക്കിക്കാനൊന്നുമില്ല. 2-3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. അദ്ദേഹത്തിന് ഈ പഠനത്തിന് അദ്ദേഹം എടുത്ത സാമ്പിൾ ഗ്രൂപ്പിൽ പെട്ട ഒരു ഡോക്ടർ തന്നെയാണ്. അത് ഈ ഒരു പ്രശ്നമുള്ളതാണ്, ഒരു വനിതൻ ഡോക്ടർ. അവർക്ക് ഈ കടുത്ത ആസ്മയാണ്, ഈ നെർവസ് ആസ്മ എന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ, അവർക്ക് സ്ട്രെസ്സിൽ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റുമോ? ഒത്തിരി ചികിത്സ അവർ നടത്തി, വലിയ ശമനമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം. ഞാൻ ഒരു ബാബുചേട്ടൻ്റെ കാര്യം പറഞ്ഞു. ബാബുചേട്ടൻ സമ്മതിച്ചു. ഒരു ദിവസം അവിടെ വന്നു, ഞങ്ങൾ സംസാരിച്ച് പോകുന്ന ശേഷം കേസൊക്കെ സ്റ്റഡി ചെയ്ത് ബാബുചേട്ടൻ പറഞ്ഞു നമുക്ക് ഇത് കാലിഫോസ് തന്നെയാണ്, കാലിഫോസ് കൊടുക്കാം, നമുക്ക് ബയോകെമിക്കലി കൊടുത്താൽ മതി. അപ്പോൾ ബാബുചേട്ടൻ്റെ ഒരു തിയറി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാലിഫോസ് തുടർച്ചയായിട്ട് കൊടുക്കരുത്, ബയോകെമിക്ക് കേട്ടോ, പൊട്ടൻസി അല്ല, കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു അഡിക്ഷൻ പോലെ വരും. അപ്പോൾ അദ്ദേഹം ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊടുത്തിട്ട് 2 ദിവസം ഗ്യാപ്പ് വീണ്ടും കൊടുക്കുക. അങ്ങനെ ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞു. അത് 3 നേരം തന്നെ കഴിക്കാൻ പറഞ്ഞു. 3 നേരം കഴിച്ചു, സക്സസ്. പിന്നെ ഒരു 2-3 ദിവസം ഗ്യാപ്പ് വീണ്ടും കഴിക്കുക. ഏതായാലും 2-2.5 മാസം കൊണ്ട് ആ വനിതാ ഡോക്ടറുടെ ഈ പറയുന്ന ആസ്മ പൂർണ്ണമായിട്ടും മാറിപ്പോയി. അപ്പോൾ അത് നമ്മളെ പൊട്ടൻസിയിലും ആ ഒരു ലക്ഷണമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസിൽ അക്കാര്യം ഓർക്കുക, ഉചിതമായ രീതിയിൽ ചെയ്യുക. സിമിലിമം ആണ് ഒന്നെങ്കിൽ ധൈര്യമായിട്ട് പൊട്ടൻസി കൊടുക്കാം, ആണെങ്കിലും അല്ലെങ്കിലും ബയോകെമിക് ഫോമിലും കൊടുക്കാം. നെർവസ് ആസ്മ ആഹാരം കഴിച്ച ശേഷം വർദ്ധിക്കുന്നു എന്നുള്ളത്. കോഫ് ഇൻ ഡേ ടൈം, മോർണിംഗ്, ഈവനിങ്, ഇൻ ബെഡ് ആൻഡ് ഡ്യൂറിങ് നൈറ്റ്. അപ്പോൾ ഏതാണ്ട് എല്ലാ സമയത്തും ചുമയുണ്ട്. ഡ്രൈ കോഫ് അറ്റ് നൈറ്റ് ഡ്യൂറിങ് ഫീവർ. പനിയുള്ള സമയത്ത് രാത്രി വരണ്ട ചുമ. ഹോക്കിംഗ് കോഫ്, ആളായി ഒലയ്ക്കുന്ന തരത്തിലുള്ള ചുമ. കോഫ് ഫ്രം ഇറിറ്റേഷൻ, ലാരിങ്സ് ആൻഡ് ട്രക്കിയ. സ്വനപേടകത്തിലും ശ്വാസപേടകത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അവിടെ ഇറിറ്റേഷൻ കൊണ്ടുണ്ടാകുന്ന ചുമ നിരവധി പേർക്കുള്ളൊരു പ്രശ്നമാണത്. ലൂസ് കോഫ്, പാരോക്സിസ്മൽ കോഫ്, ഇടവിട്ട് വരുന്ന ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ ഡ്രൈ ആയിട്ട് തുടങ്ങാം, പിന്നെ അത് ലൂസായിട്ട് മാറാം. ചുമ തുടങ്ങി ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ ഉള്ള ചുമ വരാം. റേക്കിംഗ് കോഫ്, റാറ്റ്ലിംഗ് കോഫ്, ഷോർട്ട് സ്പാസ്മോഡിക്. ചുമയുടെയും ഏതാണ്ട് എല്ലാ വകഭേദങ്ങളെയും ഇവിടെ കാലിഫോസ് കവർ ചെയ്യുന്നുണ്ട്. ഷോർട്ട് എന്നുള്ളത് ഇറ്റാലിക്സിലാണ്. കോഫിൻ കോൾഡ് എയർ, തണുത്ത വായുവിലാണ് പ്രശ്നം. ഫ്രം ഡീപ്പ് ബ്രീത്തിങ്, നല്ല ശ്വാസമാട് ആഴത്തിലെടുക്കുമ്പോൾ ഉണ്ടാകാം. ഡ്യൂറിങ് ചിൽ ആൻഡ് ഫീവർ, കുളിരും പനിയും വരുമ്പോൾ, പനി വരുമ്പോൾ ഒക്കെ വരാം. ആഫ്റ്റർ ഈറ്റ്, ആഹാരം കഴിച്ച ശേഷം വരാം. അഗ്രവേറ്റ് ലൈ, കിടക്കാൻ നേരത്ത് അത് വർദ്ധിക്കും. ആസ്മാറ്റിക് കോഫ്, ആസ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമ. കോഫ് ഫ്രം ടിക്ലിംഗ് ഇൻ ലാരിങ്സ് ആൻഡ് ട്രക്കിയ, നേരത്തെ പറഞ്ഞു തന്നെയാണ്. സ്വനപേടകത്തിലും ശ്വാസപേടകത്തിലും ഒക്കെ ചൊറിച്ചിൽ വന്നിട്ടുണ്ടാകുന്ന ചുമ. വിസ്ലിംഗ് കോഫ്, ചൂളം വിളിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചുമ. വൂപ്പിംഗ് കോഫ് വിത്ത് ഗ്രേറ്റ് നെർവസ് എക്സോഷൻ. വൂപ്പിംഗ് കോഫ് വളരെ പ്രയാസമേറിയ ചുമകൾ, നാഡീസംബന്ധമായ തളർച്ചയിൽ നിന്നും ബ്രേക്ക് ഡൗണിൽ നിന്നുണ്ടാകുന്ന ചുമ. ഈ ചുമയുടെ അനുഭവം ഒരു വിദ്യാർത്ഥി പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. ആൾക്ക് ചുമ വന്നു, ചുമ അല്ലാതെ കടുത്തു. ചുമ എങ്ങനെ തുടങ്ങി എന്നുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണ്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അതിൽ ഒട്ടുമിക്ക ചോദ്യങ്ങളിലെ ഉത്തരം അറിയില്ല. ഒന്നും അറിയില്ലല്ലോ എന്ന് തോന്നലിൽ നിന്നും ഒരു ചുമ തുടങ്ങി. ആ ചുമയാണ് ദിവസങ്ങളോളം നീണ്ടു നിന്ന് വല്ലാതെ കടുത്തത്. അപ്പോൾ ഈ നാഡീവ്യവസ്ഥയും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എക്സ്പെക്ടേഷൻ ഇൻ മോർണിംഗ്, ബ്ലഡി, ഫ്രോത്തി, ഗ്രീനിഷ് മ്യൂക്കസ്, ഒഫൻസീവ്, പ്യൂർലൻറ്റ്, പ്യൂട്രിഡ്, സാൾട്ടി, തിക്ക്, സ്വീറ്റിഷ്, വിസിഡ്, യെല്ലോയിഷ് വൈറ്റ്. അപ്പോൾ കഫവും എല്ലാ തരത്തിലും ഉണ്ട്. പ്രഭാതത്തിൽ എന്നുള്ളതാണ് പ്രാധാന്യം, ഇറ്റാലിക്സിലാണ്. പിന്നെ ഒഫൻസീവും പ്യൂർലൻറ്റും യെല്ലോയിഷും ഇറ്റാലിക്സാണ്. എല്ലാ തരത്തിലുള്ള കഫവും വരുന്നുണ്ട്. ദിസ് റെമഡി ഹാസ് ബീൻ ഫേവറബിളി മെൻഷൻഡ് ഇൻ ആൻജീന പെക്ടോറിസ്. ഹൃദയത്തിലേക്കുള്ള രക്തസംക്രമണം കുറഞ്ഞിട്ടുണ്ടാകുന്ന നെഞ്ചിലെ വേദന, പ്രയാസം, ആൻജീന പെക്ടോറിസ്, അക്കാര്യത്തിലും കാലിഫോസ് ഫേവറബിളി മെൻഷൻഡ്, അനുകൂലമായ പരാമർശം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഫലങ്ങൾ പല മാസ്റ്റേഴ്സിനും ഉണ്ടാകണമെന്ന് അർത്ഥം. ആങ്സൈറ്റി ഇൻ ദ ചെസ്റ്റ് ഇൻ ദ മോർണിംഗ്, പ്രഭാതത്തിൽ നെഞ്ചിൽ ആകെ ഒരു ഉത്കണ്ഠ. കാറ്റർ ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചിൽ കഫക്കെട്ട്. സ്പാസ്മോഡിക് കോൺസ്ട്രിക്ഷൻ, നെഞ്ചിങ്ങനെ കെട്ടിയിരിക്കുന്ന പോലെ. കോൺസ്ട്രിക്ഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്ത് ഞെരുങ്ങി ഇടുങ്ങിയിരിക്കുന്നത് പോലെ. ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൽ കൊഴുപ്പൊന്നടിയുന്നൊരവസ്ഥ. ഹെമറേജ് ഫ്രം ലങ്, ശ്വാസകോശങ്ങളിൽ നിന്നും രക്തസ്രാവം. ഹെപ്പറ്റൈസേഷൻ ഓഫ് ദ ലങ്സ്, ശ്വാസകോശങ്ങൾ കട്ടിയായി പോകുന്ന അവസ്ഥ. കോവിഡിന് ശേഷം നിരവധി പേരിൽ ഈ അവസ്ഥ ഉണ്ട്. ഇതിനെക്കുറിച്ചും എൻ്റെ ഒരു സുഹൃത്ത്, കോഴിക്കോടുള്ള
ഒരു സുഹൃത്ത് ഇതിനെക്കുറിച്ചും കുറേ ഗവേഷണങ്ങൾ നടത്തുകയുണ്ടായി. ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കിയൽ ട്യൂബ്സ്, ലങ്സ്, പ്ലൂറ. ബ്രോങ്കിയൽ ട്യൂബ്സിൽ, ശ്വാസകോശത്തിനകത്തുള്ള നാളികളിൽ, ശ്വാസകോശങ്ങളിൽ തന്നെയും ശ്വാസകോശത്തിൻ്റെ ആവരണത്തിലുമൊക്കെ വീക്കം. ഓപ്പറേഷൻ ഓഫ് ദ ചെസ്റ്റ്, നെഞ്ചായെ ഇടുങ്ങി ഞെരുങ്ങി കെട്ടിയിരിക്കുന്ന പോലെ. ഇച്ചിങ് ഓഫ് ദ സ്കിൻ, ത്വക്കിൽ ചൊറിച്ചിൽ. പെയിൻ ഇൻ ചെസ്റ്റ് ഡ്യൂറിങ് കോഫ്, ചുമക്കുന്ന സമയത്ത് നെഞ്ചിൽ വേദന. ഓൺ ഇൻസ്പിറേഷൻ, ശ്വാസം വലിക്കുമ്പോൾ വേദന. ഓൺ മോഷൻ, ചലനം കൊണ്ട് വേദന. ഓൺ ബ്രീത്തിങ്, ശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ശ്വാസകോശങ്ങളിൽ പലതരത്തിലും വേദനയുണ്ട്. പെയിൻ ലോവർ പാർട്ട് ഓഫ് ചെസ്റ്റ് ഓൺ കോഫിങ്, ഇൻസൈഡ് ദ ചെസ്റ്റ് ഇൻ ഹേർട്ട്. ചുമക്കാൻ നേരത്ത് ശ്വാസകോശത്തിൻ്റെ കീഴ്ഭാഗം വേദന, നെഞ്ചിൻ്റെ ഉള്ളിൽ വേദന, ഹൃദയത്തിൻ്റെ ഭാഗത്ത് വേദന. ഏക്കിങ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ് ത്രൂ ടു സ്കാപ്പുല, നെഞ്ചിൻ്റെ ഇടതുവശത്ത് തുടങ്ങിയിട്ട് സ്കാപ്പുലയിലേക്ക്, തോളിലേക്ക് നീളുന്ന വേദന. ബേണിങ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ എരിച്ചില്, പൊള്ളല്. കട്ടിങ് ആൻഡ് റൈറ്റ് ബ്രസ്റ്റ്, വലത് മാരടത്തിൻ്റെ കീഴെ വെട്ടുന്ന പോലെ വേദന. സോർനെസ് ഇൻ ചെസ്റ്റ്. സ്റ്റിച്ചിങ് ഇൻ ചെസ്റ്റ് ഓൺ കോഫിങ് ഡ്യൂറിങ് റെസ്പിറേഷൻ ഇൻ മാമ്മെ സൈഡ്സ് ഓഫ് ദ ചെസ്റ്റ് ഇൻ ഹാർട്ട്. അപ്പോൾ നെഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ചുമക്കാൻ നേരത്ത് കുത്തുന്നുള്ള വേദനയുണ്ട്, ശ്വാസം കഴിക്കുമ്പോൾ വേദനയുണ്ട്, സ്ഥലങ്ങളിൽ വേദനയുണ്ട്, നെഞ്ചിൻ്റെ വശങ്ങളിലുണ്ട്, ഹൃദയത്തിൻ്റെ ഭാഗത്തുണ്ട്. ടിയറിങ് പെയിൻസ് ഇൻ ചെസ്റ്റ്, നെഞ്ചിൻ്റെ ഭാഗത്ത് വലിച്ചു കീറുന്ന പോലുള്ള വേദന. പാൽപിറ്റേഷൻ, ആങ്ഷ്യസ്, അസെൻഡിങ് സ്റ്റെപ്സ് അഗ്രിവേറ്റ് ബൈ മോഷൻ, പടികൾ കയറുമ്പോൾ ചലനങ്ങൾ കൊണ്ട് നെഞ്ചിടിപ്പ് കൂടുന്നു, വല്ലാതെ ഉത്കണ്ഠ വരുന്നു. പാൽപിറ്റേഷനും ആങ്ഷ്യസും ഇറ്റാലിക്സിലാണ്. പെർസ്പിറേഷൻ ലൈക്ക് ഓണിയൻസ് ഇൻ ആക്സില, ഈ കഷത്തിൻ്റെ ഭാഗത്തുനിന്നും വേർക്കാൻ നേരത്ത് ഉള്ളിയുടെ മണം കഷത്തു നിന്നും. ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ കാറ്റാറൽ തൈസിസ്. കാറ്റാറൽ തൈസിസ് പഴയൊരു പ്രയോഗമാണ്. ശ്വാസം കടന്നു പോകുന്ന പാതകളിലൊക്കെ കഫം കെട്ടി നിന്ന് വല്ലാതെ വഷളാവുന്നൊരവസ്ഥ, അതിപ്പോൾ ഉപയോഗത്തിലില്ല, പഴയൊരു പ്രയോഗമാണ്. അക്കാര്യത്തിലും കാലിഫോസ് ഉപകരിക്കുന്നൊരു ഔഷധമാണ്. സഫക്കേഷൻ ഓഫ് ദി ലങ്സ്, ശ്വാസകോശങ്ങളിൽ ആകെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ. സ്വെല്ലിംഗ് ഇൻ ആക്സില ആബ്സസ്, കഷത്ത് അവിടുത്തെ ഗ്രന്ഥികളിൽ വീക്കം, പഴുപ്പും. വീക്ക്നെസ് ഓഫ് ദ ചെസ്റ്റ്, ചെസ്റ്റിലായ ഒരു ക്ഷീണം. വീക്ക് ഹാർട്ട്, ഹൃദയം ക്ഷീണിതം. വീക്ക് ഹാർട്ട് എന്നുള്ളത് ഇറ്റാലിക്സിലാണ് ഹൃദയത്തിൻ്റെ ക്ഷീണിതാവസ്ഥ. അപ്പോൾ നിരവധി ഹൃദ്രോഗത്തിൻ്റെ അവസ്ഥകളിലൊക്കെ കാലിഫോസ് ഉപകരിക്കും. പൾസ് ഇൻറ്റൻസ് ആൻഡ് ഇറഗുലർ ഫീബിൾ സർക്കുലേഷൻ. സർക്കുലേഷൻ നേരത്തെ കണ്ടാണ്. ആൻജീന പെക്ടോറിസ് നമ്മൾ കണ്ടാണ്. സർക്കുലേഷൻ, ഹൃദയത്തിൻ്റെ ശക്തി കുറവാണ്, അതുകൊണ്ട് തന്നെ രക്തചംക്രമണം കുറവാണ്. പൾസ്, ഇടവിട്ട് വരുന്ന പൾസ്, ക്രമരഹിതമായ പൾസ്. അപ്പോൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടും ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ടും തൊണ്ട, സ്വനപീഠം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും സ്ത്രീ പുരുഷ ലൈംഗിക പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി വിലപ്പെട്ട ലക്ഷണങ്ങൾ കാലിഫോസിലുണ്ട്. നമുക്ക് ഇതേപോലെ നിരവധി വിലപ്പെട്ട വിവരങ്ങൾ തുടർന്ന് നമുക്ക് കേൾക്കാം. അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.